വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFIക്കാരുടെ റാഗിങ്ങിനെ തുടർന്ന് ജീവനൊടുക്കിയ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ അമ്മ VD സതീശന്റെ പുതുയുഗ യാത്രാവേദിയിൽ നെടുമങ്ങാട് യാത്രയെത്തിയപ്പോഴാണ് വേദിയിൽ വെച്ച് സിദ്ധാർത്ഥിന്റെ ചിത്രം അമ്മ ഷീബ പ്രതിപക്ഷ നേതാവിന് കൈമാറിയത്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരെയും SFIക്കാരെയും ഇപ്പോഴും സർക്കാർ സംരക്ഷിക്കുകയാണെന്നും UDF അധികാരത്തിൽ വന്നാൽ നീതി ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഷീബ നിവേദനവും നൽകി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ തനിക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തിയത് നോവലിസ്റ്റ് ശ്രീജിത്ത് മുത്തേടത്ത്. കേന്ദ്ര സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ജേതാവായ ശ്രീജിത്ത് പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷമായിരുന്നു സംഭവം. പുരസ്കാരം സമ്മാനിച്ചത് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S. അയ്യർ IAS ആയിരുന്നു. പുരസ്കാര ജേതാക്കൾ ചിത്രമെടുത്തപ്പോൾ ശ്രീജിത്ത് മുത്തേടത്ത് സാംസ്കാരിക ഡയറക്ടർക്കൊപ്പം നിന്നുവെന്നതാണ് കാരണമായി പറഞ്ഞത്. ഇന്ന് കാലത്ത് 11 മണിക്കായിരുന്നു പുരസ്കാര വിതരണം. പരിപാടികൾ കഴിഞ്ഞ് വൈകിട്ട് 4:15 മണിയോടെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ ഫോണിൽ വിളിച്ചാണ് ആക്രോശിച്ചത്. ചിത്രമെടുക്കുമ്പോൾ ശ്രീധരന് ദിവ്യ S. അയ്യരോടൊപ്പം നിൽക്കാനായില്ല. അവർക്കിടയിൽ ശ്രീജിത്ത് മുത്തേടത്ത് നിന്നുവെന്നാണ് കാരണം പറഞ്ഞത്. നീ ആരാടാ നായേ എന്ന് ചോദിച്ചായിരുന്നു ശ്രീധരൻ ആക്രോശിച്ചതെന്നാണ് ശ്രീജിത്തിന്റെ ആരോപണം. സംസ്ഥാന ശിശുക്ഷേമ സമിതി സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ ഇന്ന് വൈകുന്നേരം അതിഥിയുടെ വരവറിയിച്ച് അലാറം മുഴങ്ങി. പുതിയ അതിഥിയെ വരവേൽക്കാൻ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് സൂപ്രണ്ട് അജിത റാണിയും കെയർടേക്കർമാരും ശബ്ദം കേട്ടതിന് പിന്നാലെ ഓടിയെത്തി. എന്നാൽ ഇത്തവണ അതിഥിയല്ല, പകരം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഒരു കൂട്ടം നാണയത്തുട്ടുകളാണ് കണ്ടത്. 10 രൂപയുടെ 28 എണ്ണം, 20, 5, 2, 1 എന്നിവയുടെ യഥാക്രമം 2, 50, 79, 67 എന്നിങ്ങനെ ആകെ 795 രൂപ. അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചതിന് ശേഷം ഇതാദ്യമായാണ് കുട്ടികളല്ലാതെ മറ്റ് സാധനങ്ങൾ പൊതുജനങ്ങൾ കൊണ്ടുവയ്ക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയെ നിർമ്മാണത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഭരണ അനുമതിയായി. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ സ്ഥലമേറ്റെടുപ്പിന് അനുമതി നൽകിയാണ് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ആകെ 348 ഹെക്ടർ സ്ഥലമാണ് ശബരിപാതയ്ക്കായി എടുക്കേണ്ടി വരിക. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട്, ആലുവ താലൂക്കുകളിൽ 152.05 ഹെക്ടർ, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, മീനച്ച താലൂക്കുകളിൽ 119.89 ഹെക്ടർ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ 33.77 ഹെക്ടർ എന്നിങ്ങനെ ആകെ 305.71 ഹെക്ടറാണ് ആകെ ഏറ്റെടുക്കുന്നത്. ആകെ പദ്ധതി ചെലവായ 3800.9 കോടി രൂപയുടെ പകുതി തുകയായ 1900 കോടി സംസ്ഥാന സർക്കാർ വഹിക്കും. ബാക്കി പകുതി കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. CPM ബന്ധം ഉപേക്ഷിച്ച PK ശശി ഒറ്റപ്പാലത്ത് UDF-നായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയേക്കും. ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ശശിയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സഹായം തേടി ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF നേതാക്കളെ സമീപിച്ചിരിക്കുകയാണ് PK ശശി. UDF നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ സഹായം തേടി ശശി കോൺഗ്രസ്, മുസ്ലിം നേതാക്കളെയും സമീപിച്ചത്. വളരെ കാലമായി CPM-നോട് ഇടഞ്ഞു നിന്നിരുന്ന PK ശശി ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാവുമെന്ന് സൂചനകൾ പുറത്തു വന്നിരുന്നു.